ഹായ് ഹലോ നമസ്തേ. കഫ്ലൂസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മളെ പരിപാടി എന്താണ്? നമ്മുടെ ക്യാരക്ടർ പോസ്റ്ററുകൾ എമ്പുരാന്റെ ബാക്കി കുറെ വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ്. അതൊക്കെയൊന്ന് നോക്കാം. ഫസ്റ്റ് നയൻ ഭട്ട് അത് സുരയ ബീബി എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ഒരു ഓൾഡ് കുറച്ച് ഏജ് ഉള്ള ക്യാരക്ടറാണ്. സൈഡ് മസൂദിന്റെ അമ്മൂമ്മയായിരിക്കും. അമ്മയായിരിക്കും. അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞത് അമ്മയെന്നല്ലേ പറഞ്ഞത്? അമ്മൂമ്മയായിരിക്കും. എന്തായാലും അങ്ങേരുടെ ഫാമിലിയാണ്. ഓ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കുറെ ദിവസം കൊണ്ട് വരണതെല്ലാം ഈ ഹിന്ദി പോർഷനിൽ വരണ ക്യാരക്ടേഴ്സ് ആണ്. അപ്പൊ അതെല്ലാം കണക്ട് ചെയ്ത് വരികയാണ്. പിന്നെ രണ്ടാമത് അതിൽ പറയാനുള്ളത് രണ്ടാമത്തെ ക്യാരക്ടറിന്റെ പേര് ഐശ്വര്യ ഓജ. ഗർഭിണിയാണ്. അതാണ് ഹിഡൻ ഡീറ്റെയിൽ. മിക്കവാറും സയ്യിദ് മസൂദിന്റെ അനിയനാ ഈ പെണ്ണ. അല്ല, അനിയനായിരിക്കും. സയ്യിദ് മസൂദിന്റെ അനിയനല്ലായിരിക്കും ആ കൊച്ച്. എടാ സയ്യിദ് മസൂദിന്റെ അനിയത്തി ആയിരിക്കൂലേ ഇത്? അങ്ങനെ നമ്മൾ പ്രഗ്നന്റ് അല്ലേ? ഓ ഓ ഓ അങ്ങനെ അത് ശ്രദ്ധിച്ചു. എന്നാ മാമനല്ലടാവും കൊച്ചിന്റെ എന്തോന്ന് എനിക്ക് അറിഞ്ഞൂടെ. എന്തെങ്കിലും ക്യാരക്ടറിന്റെ പേര് ഹനിയ എന്നാണ്. എന്തോ കണ്ട് വിഷമിച്ചിരിക്കുകയാണ് പുള്ളി. തട്ടമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ ക്യാരക്ടർ ഇല്ലേ, ഈ കുറച്ച് ഏജ് ആയിട്ടുള്ള ക്യാരക്ടർ, അതില് പറയണത് കേട്ട് അവര് ഇന്റർവ്യൂ ഫുള്ള് ഞാൻ കേട്ടു. അതില് ക്യാരക്ടറിൽ പറഞ്ഞതെല്ലാം അവരെ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും ത്യാഗങ്ങളുണ്ട്. അപ്പൊ പക്ഷെ ഇവരെല്ലാരും വിട്ടുകൊടുക്കുന്ന ഒരു ഇതല്ല. എത്ര സ്ട്രഗിൾ ചെയ്താലും ഇത് എല്ലാം ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് വരുമെന്നാണ് ആ ക്യാരക്ടർ ഫുള്ളായിട്ട് പറഞ്ഞത്. അപ്പൊ ഇവരെ ക്യാരക്ടർ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ എല്ലാരും ഒന്ന് ഭയങ്കര വിഷമത്തിലായിരുന്ന ഒരു കാലഘട്ടത്തിലായിരിക്കാം അതൊക്കെ കാണിക്കുന്നത്. അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. ഒന്നും ശരിയൊന്നുമല്ല. എന്തൊക്കെ വിളിച്ച് പറയണേ. അല്ല, ഞാൻ ബ്രീഫ് ചെയ്തപ്പോ പറഞ്ഞാണ് ഓൾഡ് സയ്യിദ് മസൂർ ജിവാനി എന്നാണ് ഇതിൽ ഏറ്റവും ഏജ് കുറഞ്ഞൊരു. മസൂദിന്റെ ഫാമിലിയാണ്. അപ്പൊ മസൂദിന് ഒരു അനിയനും കൂടെ ഉണ്ട്. അപ്പൊ ആരാണ് ഖുറൈശി എന്നാണ് എന്റെ ചോദ്യം. എന്തോ വേണമെങ്കിലും ആവാം. ഈ ചെറുക്ക് എന്തോ കണ്ട് നോക്കി നിൽക്കുകയാണ്. പ്രതീക്ഷ എവിടെ നോക്കും? ചിലപ്പോ ഒരു കുടുംബത്തിലെ പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും പുറത്തുനിന്ന് യുദ്ധം ചെയ്തതായിരിക്കാം. എന്തോ തകരുണ്ട്, എന്തോ പ്രശ്നങ്ങൾ സംഭവിക്കും. അങ്ങനെ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. പിന്നെ അടുത്തത് ഒറിജിനൽ മസൂദ്. ഇവരെല്ലാരും മസൂദിന്റെ അച്ഛനായിരിക്കും തന്നെ. ഈ സയ്യിദ് മസൂദിന്റെ അച്ഛനാണ് മസൂദ് ക്യാരക്ടർ. സത്യജിത്ത് ശർമ്മ. എല്ലാ ഹിന്ദി ചോരയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് കണ്ട ഒരു ലൈറ്റ് ഷെയ്ഡ്. ഒരു ഫാക്ടറി പോലെ ഉണ്ടല്ലേ? ഫാക്ടറി അല്ല, ഒരു വീടിന്റെ വലിയ അപകടം കഴിഞ്ഞിട്ട് വന്ന് നിൽക്കുകയാണ്. ഡ്രസ്സിൽ ഇതൊക്കെ ഉണ്ട്. കള പറിക്കി ഇറങ്ങിയതായിരിക്കും. കർഷകനല്ലേ? ഒരു കുടുംബം എല്ലാം കള പറിക്കും. അടുത്ത പിന്നെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ സാനിയ അയ്യപ്പൻ. ജാൻവി. കുറച്ച് പോർഷനെ കാണുള്ളതാണ് എന്റെ വിശ്വാസം. സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്ന ജാൻവി. കുറച്ച് പോർഷൻ എന്ന് പറഞ്ഞാൽ ഇന്റർവ്യൂവിൽ ബ്രീഫായിട്ട് പറഞ്ഞ് എമ്പുരാനില് കുറച്ച് പോർഷനേ ഉണ്ടാവും. അല്ല, ലൂസിഫറിൽ കുറച്ച് പോർഷനേ ഉണ്ടാവും. ഇതിലും കുറച്ച് പോർഷനേ ഉള്ളൂ. പക്ഷെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് കുറച്ച് ക്യാരക്ടറും ഇതൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ടീസറിൽ മഞ്ജു വാര്യർ സ്റ്റേജില് നമ്മളൊരു കണ്ടായിരുന്നല്ലോ, ലൈറ്റ് ഒക്കെ ഇട്ട് അത് കണ്ടിട്ട് കൈയടിക്കുന്ന ഒരു പോസ്റ്ററാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ ശരിയാണല്ലേ? തീർച്ചയായിട്ടും ഞാൻ ശ്രദ്ധിച്ചു. ഓഹോ. അടുത്ത ലാസ്റ്റ് പറയാനുള്ളത് ഒറിജിനൽ പേര് നന്ദു, ക്യാരക്ടറിന്റെ പേര് പീതാംബരൻ. ഉണ്ട്. പിന്നെ ഒരു ബ്ലാക്ക് പേഴ്സ് മറ്റേ രാഷ്ട്രീയക്കാരൻ്റെ വെച്ചിട്ട് വന്ന് സംസാരിക്കണം മറ്റേ അവരെ സമ്മേളനത്തിൽ. അപ്പൊ ഒരു IOFന്റെ ഒരു ഇമ്പോർട്ടന്റ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഈ IOFന്റെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയിൽ കുറച്ച് പാർട്ടിയോട് അത്രയും സ്ട്രോങ് ഒരു ബിലീഫ് ഉള്ളത് പുള്ളിക്ക് മാത്രമാണ്. ബാക്കി എല്ലാവരും കുറച്ച് കള്ളത്തരവും പൈസ ഇറക്കണം അതൊക്കെ പരിപാടിയെല്ലാം ഉള്ളതാണ്. പുള്ളിക്ക് മാത്രമാണ്. ഇതിൽ തന്നെ നമ്മളാ പോസ്റ്റർ നോക്കിയാൽ തന്നെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട് പുള്ളിക്ക്. അപ്പൊ ഇതിലും കുറച്ചൊരു ബ്രീഫ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. അതുപോലെ പുള്ളിയുടെ ഇന്റർവ്യൂ ഞാൻ രാവിലെ കണ്ടപ്പോഴും പുള്ളി ബ്രീഫ് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ പൃഥ്വിരാജിന്റെ അടുത്ത് ചോദിച്ചാണ് ക്യാരക്ടർ വാങ്ങിച്ചത്. അതായത് ആദ്യത്തെ പടത്തിൽ എനിക്കൊരു ചെറിയ റോള് തരണം, ഡയലോഗ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് ചെറിയ റോള് തരണം. പക്ഷെ പുള്ളി അത് കൊടുത്ത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലും നല്ലൊരു പ്രധാനപ്പെട്ട വേഷം വരാനുണ്ട്. ഇപ്പൊ ആദ്യത്തെ ക്യാരക്ടറുകളെല്ലാം നോക്കുമ്പോഴേ ആദ്യത്തെ 2 റോ എല്ലാരെയും കംപ്ലീറ്റ് ആയി. ഇനി ഒരു പ്രധാനപ്പെട്ട 2 റോ ഉണ്ട്. ആരൊക്കെയാണ് പറഞ്ഞതെന്ന് അറിയത്തില്ല.
അങ്ങനെ കംപ്ലീറ്റ് ഓ 2 റോയും ഫുള്ള് കംപ്ലീറ്റ് ആയി. ശരിയായിട്ടുണ്ട്, കംപ്ലീറ്റ് ആയി. അപ്പൊ മൊത്തത്തില് ക്യാരക്ടേഴ്സ് വന്നത് വെച്ച് എന്താണ് നിന്റെ ഒരു ഒപ്പീനിയൻ? നമുക്കിപ്പോ ഒപ്പീനിയൻ എന്തോന്ന് പറയാൻ പറ്റും. മസൂദിനെ പറ്റി കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. എനിക്ക് മനസ്സിലായി ഹിന്ദി പോർഷൻ ഇല്ലേ പടത്തില്, ഹിന്ദി പോർഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമോഷണലി കണക്ട് ആയിരിക്കും എന്തായാലും. അച്ഛൻ, അമ്മ, പിന്നെ അതെന്താണ് മുത്തശ്ശി, അവരെല്ലാ ഒരു കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളും ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എല്ലാവർക്കും. എങ്ങനെയാണ് ഈ ഖുറേഷി എബ്രഹാം ഇതില് വന്നത് എന്നുള്ളതാണ് ഒരു ചോദ്യം. അതാണ് എൻ്റെ ഒരു കാര്യം. എന്തായാലും നമുക്ക് അടുത്ത ക്യാരക്ടേഴ്സ് വരുമ്പം തീർച്ചയായിട്ടും നോക്കാം. അപ്പൊ ഏറെക്കുറെ നമ്മൾ ക്യാരക്ടേഴ്സ് ഇറങ്ങുമ്പോഴും നമ്മളെ കുറച്ച് തോട്ട്സുകളും നമ്മളെ കൊണ്ട് അവർ ചിന്തിപ്പിക്കുകയാണ്, കഥ എങ്ങനെയായിരിക്കാം. ചിലപ്പോൾ അതൊന്നും ആയിരിക്കത്തില്ല. അതെ, ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കഥ ആയിരിക്കൂല മുരളി ഗോപിയുടെ റൈറ്റിംഗിൽ വരുന്നത്. എപ്പോഴും ഭയങ്കര ഡെപ്ത് സിമ്പിൾ ആയിരിക്കത്തില്ല ഒന്നും. എപ്പോഴും 2-3 പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പടം കാണുമ്പോഴും ഒരുപാട് ലേയേഴ്സ് വീണ്ടും വീണ്ടും വരും. അതാണ് പുള്ളിയുടെ സ്ക്രിപ്റ്റിന്റെ പ്രത്യേകത. അപ്പോഴും നമ്മൾ എന്തിനാ മതിയാ ഇന്നത്തേക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ പുതിയൊരു സിനിമ അപ്ഡേറ്റുമായി ഞങ്ങൾ ഉടനെ വരുന്നതായിരിക്കും. അൻറ്റിൽ ദെൻ ലൈൻ കട്ട്.